ഗൈസ് ഞാനിപ്പോ വന്നിട്ടുള്ളത് മൈച്ച 750 കടിയും 750 ചായയും കുടിക്കാനാണ് നമ്മുടെ ഉത്തമേട്ടന്റെ കടയിൽ. ചാറ്റൽ മഴയത്ത് ഒരു ചൂട് ചായ കുടിക്കാൻ ഇറങ്ങിയതായിരുന്നു. തോടുകളിലും കളിക്കളത്തിലും വെള്ളം നിറയാൻ തുടങ്ങി. പ്രകൃതി നനഞ്ഞു കുതിർന്നു വരുന്ന സമയം. ക്ഷേത്രങ്ങളും ക്ഷേത്രത്തിന്റെ ചുറ്റുപാടും എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്റെ ശരീരവും മഴയിൽ നനഞ്ഞ് നന്നായി തണുത്തു വിറക്കുന്നു. ക്ഷേത്രത്തിനടുത്തുള്ള ഉത്തമേട്ടന്റെ ചായക്കടയിൽ കയറി ഒരു നല്ല ചൂട് നാടൻ ചായ കുടിച്ചു നമ്മൾ രണ്ടുപേരും. ഈ കാണുന്നത് കൊട്ടപ്പാലല്ല, നല്ല നാടൻ പശുവും പാലിൽ ഉണ്ടാക്കിയ ചായ. ചായയുടെ കൂടെ കഴിക്കാൻ ചൂട് പഴംപൊരിയും കിഴങ്ങുപൊടിയും. പാട പോലുള്ള മൃദുവായ പഴംപൊരി എനിക്കിഷ്ടായി. കിഴങ്ങുപൊടിയും ഞാൻ ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും നന്നായിട്ട് തോന്നി. സത്യം പറയാലോ, ഞാൻ കുടിച്ചതിൽ ഏറ്റവും രുചിയുള്ള ചായ ഇതാണ്. വർഷങ്ങൾക്കിപ്പുറം പിന്നോട്ട് വന്നാൽ എന്റെ വല്യമ്മ ഉണ്ടാക്കി തരുന്ന ചായയുടെ അതേ രുചി. നമ്മുടെ നാടൻ പാലാണ് ഞാൻ ചായക്ക് ഉപയോഗിക്കുന്നത്. ഈടത്തന്നെ പാൽ സൊസൈറ്റി ഉണ്ട്, അവിടുന്ന് വാങ്ങി ഉപയോഗിക്കുന്നത്. ഒരു 10-15 വർഷമായി ഈ ഹോട്ടൽ തുടങ്ങിയിട്ട്. ചായക്ക് 750, കടിക്ക് 750. അതിന് മുമ്പിൽ ഉണ്ടായിരുന്നു 5 രൂപ ചായക്ക്, 5 രൂപ കടിക്ക്. പിന്നെ അതിന് ശേഷം വില വർധന വേണ്ടാന്ന് 750 ആക്കിയത്. മുട്ടപ്പാട്ടന്റെ ചായ നല്ല സൂപ്പറാണ്. ഒരു ചായ ഒരു കടിയും കൂടി തുച്ഛമായ പൈസ. ഞങ്ങൾ തൊഴിലുറപ്പ് ഈ ഭാഗത്ത് എടുക്കുമ്പോൾ ഞങ്ങൾ ഇവിടുന്ന ചായ കഴിക്കുന്നത്. നന്നായിട്ടുണ്ടാവും, സൂപ്പർ ചായ. ഇനി ഉത്തമേട്ടന് ചെറിയൊരു ഇടവേള, വീട്ടിൽ പോയി വരണം. ഉച്ചക്ക് ചോറ് കഴിച്ച് ഇനി മടങ്ങും. രാവിലെ 3 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് പ്രവർത്തന സമയം. ഇത്രയും വില കുറച്ചിട്ട് ചായയും കടിയും വേറെ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലം ഒന്ന് കമന്റ് ചെയ്യാം. ലൊക്കേഷൻ നാഷണൽ ഹൈവേ മൈച്ച പാലത്തിനടുത്തുള്ള ശ്രീ വയൽക്കര ഭഗവതി ക്ഷേത്രത്തിനടുത്തായിട്ടാണ് ഈ ഒരു ചെറിയൊരു ചായക്കട വരുന്നത്.